കാണാൻ വേണ്ടി കാത്തു നിന്നതാ ഇതുവരെ. താഴെ വെച്ച് ഞാൻ കണ്ടു. ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഇപ്പൊ മുരളിയേട്ടനും തോന്നി തുടങ്ങിയിരിക്കുന്നു. ആ, ചെറിയച്ഛൻ എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ട്രാൻസ്ഫറിന്റെ കാര്യമല്ലാതെ. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനേ ഇപ്പോഴും ഞാൻ പറയൂ. ഇനി അതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വയ്ക്കോ, നിന്നെ തടയാനും പറ്റില്ലല്ലോ. ഞാനിനി ഒറ്റയ്ക്ക ഇവിടെ. സാരമില്ല, നീയെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഞാൻ ഇവിടെ ഇന്നുകൂടിയേ ഉള്ളൂ ചേച്ചി. എന്താ പറഞ്ഞേ? ഇന്നൂടെ ഉള്ളെന്നോ? നാളെ അന്നച്ചിയുടെ വീട്ടിലേക്ക് പോവും. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് എതിരൊന്നും പറയുന്നില്ല. എന്നാലും ഒരാഗ്രഹം ചോദിച്ചോട്ടെ. മുരളിയേട്ടൻ മടങ്ങി വരുന്നത് വരെ യാത്രയൊന്നും നീട്ടി വെച്ചൂടെ നിനക്ക്? ഇല്ല, എന്നോട് ക്ഷമിക്കാം. സാരമില്ല, ഞാനൊരു ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ, മറന്നേക്ക്. ആരാ? എനിക്ക് മനസ്സിലായില്ല. മഹേശ്വരൻ, അതാ എന്റെ പേര്. വരുന്നത് മുംബൈയിൽ നിന്നാ. ജയിൽ പുള്ളികളെ വളരെ അടുത്തറിയാൻ ശ്രമിക്കാറുണ്ട്. ശിക്ഷിക്കപ്പെടാനുണ്ടായ സാഹചര്യം, ജയിൽവാസം, അവർക്ക് കൊടുത്ത പാഠങ്ങൾ, അങ്ങനെ പലതും. വെറുതെ ഒരു സ്വകാര്യ ശേഖരത്തിനെന്ന പോലെ ഞാൻ അന്വേഷിച്ചു ചെല്ലാറുണ്ട്. അക്കൂട്ടത്തിൽ വന്നുപെട്ടതാണ് ഇവിടെ. ജയിൽ റെക്കോർഡ്സിലൂടെ കണ്ണോടിച്ചപ്പോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നി. കാരണം? മറ്റൊന്നുമല്ല, ഇത്രയും വർഷത്തെ തടവ് ജീവിതത്തിനിടയിൽ ഒരു വട്ടം പോലും നിങ്ങൾ പരോളിന് ശ്രമിച്ചില്ലെന്നറിഞ്ഞു. എന്താ അത് വേണ്ടെന്ന് വെച്ചത്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, അത്ര തന്നെ. ഓക്കെ, ഒരിക്കൽ ചെയ്തുപോയ കൊലപാതകത്തെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ടോ? പശ്ചാത്താപമാണ് അന്തിമ വിധിയെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല സുഹൃത്തെ. അന്നൊരു പക്ഷേ അത് അനിവാര്യമായിരുന്നിരിക്കണം. എന്നുവെച്ചാൽ കൊല്ലപ്പെട്ടയാൾ അത് അർഹിച്ചിരുന്നു എന്നാണോ? സോറി, കഴിഞ്ഞുപോയതിന്റെ വിഴുപ്പ് കെട്ടഴിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി എത്ര കൊല്ലത്തെ ശിക്ഷ കൂടി ബാക്കിയുണ്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണന്? 2 കൊല്ലം കൂടി. റെക്കോർഡിൽ അങ്ങനെയാണ്. ചിലപ്പോ വ്യത്യാസം വന്നെന്നിരിക്കും. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ പിൻവാങ്ങിയേക്കാം. 2 വർഷം കൂടി കാത്തിരിക്കാതെ അതിനു മുമ്പ് ഈ മതിൽക്കെട്ട് വിട്ടിറങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്തു വരാം. ഞാൻ കൊണ്ടുവരാം നിങ്ങളെ. വഴികൾ ഒരുപാടുണ്ട് എന്റെ പക്കൽ. പേടിക്കണ്ട, ജയിൽ ചാട്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു വരാം. എന്ത് സഹായവും ഞാൻ നൽകാം. വേണ്ട, നല്ല മനസ്സിന് നന്ദി സുഹൃത്തെ. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല. ആനുകൂല്യങ്ങൾ നേടി പുറത്തു വന്നിട്ട് ഉണ്ണിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനിയൊന്നും ഈ തടവുപുള്ളിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനില്ലെങ്കിൽ നമുക്ക് പിരിയാം. ഓക്കെ, പക്ഷേ ഇനിയും ഞാൻ തേടി വന്നെന്നിരിക്കും. പേര് മറക്കില്ലല്ലോ, മഹേശ്വരൻ. കാണണം.
പരമ്പര തുടരുന്നു. ഒരു യുദ്ധത്തിനുള്ള ശക്തിയൊന്നും മുഖത്ത് കാണുന്നില്ല. അപ്പൊ സന്ദർശനം സൗഹൃദമായിരിക്കും. പറഞ്ഞോളൂ, അടിയനിനി എന്ത് ചെയ്യണം? ഞാൻ നാളെ ഇവിടുന്ന് പോവാണ്. ഉവ്വോ? ഈ മാറ്റം അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് വികാരനിർഭരമായൊരു യാത്ര പറച്ചിലിന്റെ ഒന്നും കാര്യമില്ല. എങ്കിലും വന്ന് നേരിട്ട് കണ്ട് പറയാതെ പോവാൻ പാടില്ലല്ലോ. നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോവും. അമ്മ നിർദ്ദേശിച്ച പുതിയ സ്ഥലത്തേക്ക്, പുതിയൊരു പദവിയിലേക്ക്. ചിലപ്പോ പോകുന്ന തിരക്കിൽ നേരിട്ട് കണ്ട് യാത്ര പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? തുടർന്ന് അങ്ങോട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം, അത് പറയാനാ വന്നത്. പിന്നെ കുറച്ചു കാലമായിട്ട് അറിഞ്ഞു അറിയാതെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഒന്ന് നിന്നേ. അത്ര പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ഇനമല്ല നീയെന്ന് എനിക്ക് നന്നായി അറിയാം. ഇറങ്ങുന്നതിന് മുൻപ് അവസാനത്തെ അടവ് വല്ലതും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടോ നീ? എന്നെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ വല്ലതും പാട്ടാക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അമ്മയ്ക്കിതേ ഈ കാലേ വീണൊന്ന് കേണപേക്ഷിക്കാനാ. ആരുടെ സങ്കടങ്ങൾക്ക് മുമ്പിലും ഉരുകുന്ന മനസ്സല്ല ഗായത്രി ദേവിയുടേതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ക്ഷമ അനുകമ്പയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്തെങ്കിലും ഒരിക്കൽ ചെയ്ത തെറ്റുകളുടെ ആഴം മനസ്സിലാക്കാൻ ഒരവസരം അമ്മയ്ക്ക് ഈശ്വരൻ തരും. അന്ന് ഞാൻ ഇപ്പൊ ചെയ്ത തെറ്റുകളൊക്കെ ശരിയായിരുന്നു എന്ന് അമ്മയ്ക്ക് ബോധ്യമാവും. അതുവരെ എന്നോടുള്ള പകയും വാശിയൊക്കെ അമ്മ തുടർന്നോളൂ. ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് തോറ്റു പിന്മാറുക. അമ്മ വിജയിച്ചിരിക്കുന്നു. വിജയിക്കണം. വരട്ടെ. ശശിയേട്ടാ, ഞാൻ നാളെ പോവാണ്. ഇവിടേക്ക് എനിക്കിനി തിരിച്ചു വരാൻ കഴിയോ ശശിയേട്ടാ? അറിയില്ല. ഈ വീട്ടിലെ അവസാനത്തെ രാത്രിയായിരിക്കും ഇതെന്ന് മനസ്സ് പറയുന്നത് പോലെ ചിലപ്പോ നമ്മുടെ ജീവിതത്തിലെ ഒന്നും പറയാനില്ലേ? കരയ ശശിയേട്ടൻ? പാടില്ല, കരയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ? പിന്നെന്താ ഇപ്പോ? എനിക്കറിയാം, എതിർക്കാനും പ്രതികരിക്കാനും കഴിയാത്തൊരവസ്ഥയില് ശശിയേട്ടനെന്ന്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ശശിയേട്ടൻ മാറുന്നൊരു കാലം ഉണ്ടാവും. അന്നൊരു പക്ഷെ കൂടെ ഞാനുണ്ടാവണമെന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ ഞാൻ ഇവിടെ വന്ന് കയറിയത്. നല്ലതും ചീത്തയുമായ
ഒത്തിരി അനുഭവങ്ങൾ എനിക്കിവിടെ നേരിടേണ്ടി വന്നു. നല്ലതിനൊക്കെ ശശിയേട്ടനോട് നന്ദി പറയുന്നു. ദുരനുഭവങ്ങൾക്ക് ഞാൻ ആരെയും പഴിക്കുന്നില്ല. വിധിയെന്നോ കാലദോഷമെന്നോ ഉത്തരം കണ്ടെത്തി സ്വയം സമാധാനിച്ചോളാം. എവിടെയായിരുന്നാലും ഓരോ നിമിഷവും മനസ്സിൽ എൻ്റെ ഭർത്താവ് ഉണ്ടാവും. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ പോവും ഞാൻ. ഇനി തമ്മിലൊരു യാത്ര ചോദിക്കലുണ്ടാവില്ല. ഒരിക്കൽ കൂടി ഈ മുഖം കണ്ടാൽ തളർന്നു പോവും ഞാൻ. അതുകൊണ്ടാ പൊയ്ക്കോട്ടെ ഞാൻ. ശ്യാമേ,
കുളിർക്കിനാവ് കണ്ടുവോ